കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങൾ നുണയനാണ്. കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത നീചനാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ആദ്യത്തെ വാക്കുകൾ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി.ഡി. സതീശൻ നുണയൻ ആണ് എന്ന് എടുത്തു പറഞ്ഞത് വെറുതെ അല്ല. കാരണം നിലനിൽപ്പിന് വേണ്ടി എത്ര വലിയ പച്ച കള്ളം പറയാനും നുണകൾ പറയാനും ഒരു മടിയുമില്ലാത്ത ഒരു നീചനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലാണ് ഓരോ മലയാളികളും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയ 3 പേരെ കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. MDMA വിതരണത്തിന്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ആ നേരം മുതൽ കേരളം കാത്തിരിക്കുകയായിരുന്നു ഇതില് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി എന്താണെന്ന്. എന്നാൽ ഇന്ന് മറുപടി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇതാണ്: നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ലാത്തി ചാർജ് പല സ്ഥലങ്ങളിലും നടന്നു. അങ്ങനെ ആ ലാത്തി ചാർജിൽ പരിക്കേറ്റ മുഹമ്മദ് ഹുസൈൻ തന്നെ വിളിക്കുകയും സമയമുള്ളപ്പോൾ വന്ന് കാണാമെന്ന് പറയുകയുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വാർത്താ സമ്മേളനത്തിന്റെ ചില വാക്കുകൾ ആദ്യം നമുക്ക് കേൾക്കാം. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ച നുണയാണെന്നും പച്ച കള്ളമാണെന്നും തെളിയിക്കാനുള്ള ഇതും ഫേസ്ബുക്കിൽ തന്നെ മുഹമ്മദ് ഹുസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യം നമുക്ക് ആ വാർത്താ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങളൊന്ന് കാണാം. തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് അടക്കം എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പൊ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാർ വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായാലോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേര് വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും. തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പ്രിയമുള്ളവരെ, കേട്ടല്ലോ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസിൽ അടികൊണ്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പരിചയമുള്ളൂ എന്നാണ് കേരളത്തിന്റെ നുണയനായ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കണക്കുകൾ നോക്കാം. എന്നായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനും ആ മന്ത്രിസഭയിലെ മന്ത്രിമാരും ചേർന്ന് നവകേരള സദസ്സു നടത്തിയതും തുടങ്ങിയതുമെന്ന് നമുക്ക് രേഖകൾ പരിശോധിക്കാം. പ്രിയമുള്ളവരെ, 2023 നവംബർ 18 കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നാണ് ഈ നവകേരള സദസ്സ് തുടങ്ങുന്നത്. ഇത് അവസാനിക്കുന്നത് 2023 ഡിസംബർ 23 തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ. പ്രിയമുള്ളവരെ, ഓർക്കുക, 2023 നവംബർ 18 നവകേരള സദസ്സ് തുടങ്ങുന്നത്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ഈ ഫോട്ടോ, അതായത് 2176 ഫോട്ടോ ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന MDMA കച്ചവടക്കാരനായ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ്. 2176 ഫോട്ടോ. അതിൽ 2168 ഫോട്ടോ, അതായത് 2021 സെപ്റ്റംബർ 4 പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. നവകേരള സദസ്സ് തുടങ്ങുന്നതിനും 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ MDMA കച്ചവടക്കാരനുമായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ സെക്സ്വൽ പെർവർട്ടറായ രാഹുൽ മാങ്കൂട്ടവുമായിട്ടും ഈ പറയുന്ന MDMA കച്ചവടക്കാരന് ബന്ധമുണ്ടായിരുന്നു. 2021 ആഗസ്റ്റ് 15 പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് 2022 നവംബർ 20 പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇത് വേറെ ആരും പോസ്റ്റ് ചെയ്തതല്ല. MDMA കച്ചവടത്തിന്റെ പേരിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന ഈ ലഹരി കച്ചവടക്കാരൻ തന്നെയാണ് ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2022 നവംബർ 20 പോസ്റ്റ് ചെയ്ത ഫോട്ടോ. അത് കഴിഞ്ഞ് 2022 ഡിസംബർ 25 പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. 2023 ഫെബ്രുവരി 5 പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. നവകേരള സദസ്സിൽ മാത്രം പരിചയപ്പെട്ട ഈ MDMA കച്ചവടക്കാരൻ
എങ്ങനെയായിരുന്നു അതിനു മുന്ന് ഈ പറയുന്ന വി ഡി സതീശനുമായിട്ട് ബന്ധം? നമുക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ, നമുക്കൊന്നും പേടിക്കാനില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. എന്തു പറയാം? ശരിയായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ അറിയാം, പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കച്ചവടക്കാരനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് ശരിയാണ്, നമുക്ക് ആരുടെയും ഉള്ളൊന്നും പരിശോധിക്കാനുള്ള കഴിവ് നമുക്കില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കള്ളം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തോ ഒളിക്കാറുണ്ട്. ഒരുപക്ഷെ ഇവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശന് കിട്ടുന്നുണ്ടോ എന്നും കൂടി തിരക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കാണുന്ന ഫോട്ടോ 2022 ജൂൺ മാസം 20 ഈ പറയുന്ന ഹുസൈൻ മുസാഫിർ തന്നെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ കളിത്തോക്കാണോ അതല്ല ഒറിജിനൽ തോക്കാണോ എന്ന് അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. അപ്പൊ ഈ പുള്ളി ചെറിയ പുള്ളിയൊന്നും അല്ല, വലിയ പുള്ളി തന്നെയാണ്. അങ്ങനെ വലിയ പുള്ളി ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വി ഡി സതീശൻ എന്ന കോൺഗ്രസിന്റെ നേതാവ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ട് ഇത്രയ്ക്ക് ബന്ധം വരണമെങ്കിൽ ചെറിയ പുള്ളികളുമായിട്ടൊന്നും ഈ വി ഡി സതീശൻ സവർക്കർജി ബന്ധം സ്ഥാപിക്കില്ല. വലിയ പുള്ളികളുമായിട്ട് മാത്രമേ ബന്ധം സ്ഥാപിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാം തരം നുണയനാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നവകേരള സദസ്സിനിടയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസിന്റെ മർദ്ദനമേറ്റ് അപകടത്തിൽ പറ്റി പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പരിക്ക് പറ്റിയ ഫോട്ടോയും ഈ പറയുന്ന MDMA കച്ചവടക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ലെൻസ് വെച്ച് പരിശോധിച്ചിട്ട് പോലും അങ്ങനെ ഒരു ഫോട്ടോ ഈ പറയുന്ന പോസ്റ്റുകൾ എവിടെയും കാണാൻ കഴിച്ചിട്ടില്ല എന്നും യാഥാർത്ഥ്യമാണ്. കള്ളപ്രചരണത്തിലും വ്യാജ പ്രചരണത്തിലും കുപ്രസിദ്ധി നേടിയ ഒരേ ഒരു വ്യക്തിയാണ് നാസി ഭരണകാലത്തിലെ ജോസഫ് ഗോബൽസ് എന്ന് പറയപ്പെടുന്ന നുണയൻ. ആ നുണയനെയും കവച്ചു വയ്ക്കുന്ന ഏറ്റവും വലിയ നുണയനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന കാലഘട്ടത്തിൽ നിരവധി നുണകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇദ്ദേഹത്തിന്റെ. എന്നിട്ടും മലയാളികൾ പഠിച്ചില്ല. മലയാളികൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നുണയനാണ്, പേടിത്തൊണ്ടനാണ്, സംഘപരിവാറിന്റെ ചിന്താഗതികൾ ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന 1-ാം നമ്പർ സംഘിയാണ്. ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും അവശേഷിക്കുന്നുവെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോണം മിസ്റ്റർ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗ്യതയും വി ഡി സതീശൻ ഇല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.